ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, എനിക്കറിയാം നിങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തിയറമാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. തിയറം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ പ്രൂഫാണ് നിങ്ങൾ എല്ലാവരെയും കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതും ഈ പ്രൂഫ് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറവും അതിന്റെ പ്രൂഫും വളരെ ഈസി ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് ഞാൻ. സോ എല്ലാ കുട്ടികളും കൃത്യമായിട്ട് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈസി ആയിട്ട് 5 മാർക്ക് നമുക്ക് നേടാൻ പറ്റും. നോക്കാം എന്താണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇഫ് എ ലൈൻ ഡ്രോൺ പാരലൽ ടു one side of a triangle to intersect other two sides at two distinct points, the other two sides are divided in the same ratio. ഒന്നുമില്ല ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സൈഡിന് പാരലായിട്ടാണ് ലൈൻ വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ആ ലൈൻ മറ്റേ രണ്ട് സൈഡ്സിന്റെ 2 ഡിസ്റ്റിങ്ക്ട് പോയിന്റിൽ കട്ട് ചെയ്യുന്നില്ല. ഇതാ ഏതൊക്കെ പോയിന്റ്സിലാ? ഈ പോയിന്റിലും കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് ABC എന്ന ട്രയാങ്കിൾ പേര് കൊടുത്തു. കട്ട് ചെയ്യുന്ന പോയിന്റ് ഡിയും ഇയും. അപ്പൊ എന്താ പറഞ്ഞത്? ആ കട്ട് ചെയ്യുന്ന സൈഡ്സിന് എങ്ങനെയാ കട്ട് ചെയ്യുന്നത്? ടു സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പറഞ്ഞത്. സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. സോ നോക്കിയേ, എന്താ AD ബൈ BD is equal to AE by EC. ഇതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. എങ്ങനെ? ഇത് ബൈ ഇത് ഇസ് ഈക്വൽ ടു ഇത് ബൈ ഇത്. കണ്ടീഷൻ എന്താ? ലൈൻസ് ഈ ലൈനും പാരലൽ ആയിരിക്കണം. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പ്രൂഫ് നോക്കിയാലോ. പ്രൂഫ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് മോർ ഓവർ പ്രൂഫിന്റെ ക്വസ്റ്റ്യൻ വരിക BPT എന്നാവണമെന്നില്ല. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പ്രൂവ് ചെയ്യുക എന്നായിരിക്കണമെന്നില്ല. ഇങ്ങനെയൊക്കെ വരിക. ഇഫ് എ ലൈൻ ഡ്രോൺ പാരലൽ ടു one side of a triangle to intersect the other two sides in distinct points, then prove that the other two sides are divided in the same ratio. എന്താ? BPT ആണ്. ആ തിയറത്തിന്റെ ഡെഫിനിഷൻ തന്നു, ആ തിയറം അങ്ങോട്ട് തന്നു. എന്നിട്ട് അതിന്റെ പ്രൂഫ് ചെയ്താൽ പറഞ്ഞു. സിമ്പിൾ. ചിലപ്പോൾ പ്രൂവ് BPT എന്ന് പറഞ്ഞു വരാം, പ്രൂവ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞാൽ പ്രൂവ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞു വരാം. സോ എങ്ങനെയായാലും ഒരൊറ്റ ആൻസറേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ചേക്കാം. നേരെ സിമ്പിളായിട്ട് ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ചോ എൻ്റെ മക്കള്. സിമ്പിളായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. നിങ്ങൾ അതിന്റെ ചരിവും കാര്യങ്ങളൊന്നും നോക്കണ്ട. നോർമലായിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ചു. എന്നിട്ടോ അതിനൊരു പേരങ്ങോട്ട് കൊടുത്തേ. ഒരു പേരങ്ങോട്ട് ഇട്ടേ, ABC. കഴിഞ്ഞു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അതിൽ താഴത്തെ സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചോ. സോ ഈ ലൈനാണ് നമ്മൾ പാരലായിട്ട് എടുക്കുന്ന ലൈൻ. ഞാൻ വളവില്ലാണ്ട് വരയ്ക്കാം. ഓക്കെ, സോ ഈ ലൈനിന് ഒരു പേര് കൊടുത്തേ. എയും ബിയും സി ആയി, ഡിയും ഇയും അല്ലെ. ഓക്കെ, നല്ല 2 പേര് കൊടുത്തു, ഡിയും ഇയും. സോ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? കൺസിഡർ DE പാരലൽ BC. DEയും BCയും പാരലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് മോർ ഓവർ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇവിടെ കുറച്ച് ഹൈറ്റ്സ് വരയ്ക്കാനുണ്ട്. ഇതാ ഇതൊരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ ആയിട്ട് താഴത്തെ ആ ഒരു ഷേപ്പില്ലേ കോർഡിനേറ്ററിൽ, ആ BCED, അതിനൊരു 2 ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെ 2 ട്രയാങ്കിൾ? ഇവിടെ ഇപ്പോൾ 1 2 3 4 ട്രയാങ്കിൾ ഉണ്ടല്ലോ. അതൊന്നുമല്ല എൻ്റെ മക്കൾ ആലോചിക്കേണ്ടത്. ഒരു ട്രയാങ്കിൾ ഇതാണ്. ഓക്കെ, ഇതാണ് ഒരു ട്രയാങ്കിൾ. ഏത്? ദിത്. ഇതാണ് ഒരു ട്രയാങ്കിൾ. മറ്റേ ട്രയാങ്കിൾ വരയ്ക്കാം. ഇതാണ് മറ്റേ ട്രയാങ്കിൾ. ഓക്കെ, സോ 2 ട്രയാങ്കിൾ, താഴെയുള്ള 2 ട്രയാങ്കിൾ ഇതാണ്, മേലത്ത് ഒരു ട്രയാങ്കിൾ. ഇതാണ് ഒരു ട്രയാങ്കിൾ. സോ ടോട്ടൽ 3 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. 3 ട്രയാങ്കിളിന്റെ കേസ് നമ്മൾ എടുക്കും. അതിൽ ഈ ട്രയാങ്കിൾ, മേലത്തെ ട്രയാങ്കിളിലെ ഇപ്പൊ വരച്ച ഈ ഒരു ട്രയാങ്കിൾ, അത് നമ്മൾ 2 പ്രാവശ്യം എടുക്കണം. 2 പ്രാവശ്യം നമുക്ക് അതിന്റെ ഏരിയ എടുക്കാണ്ട്. ഓക്കെ, ആൻഡ് മോർ ഓവർ നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ, ഈ ട്രയാങ്കിളിന്റെ മേലത്തെ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ, മേലത്തെ ഈ ഒരു ട്രയാങ്കിൾ ഇല്ലേ, അതിന്റെ ഏരിയ നമ്മൾ 2 പ്രാവശ്യം ബേസ് ആയിട്ട് എടുക്കുന്നത് 2 ഡിഫറെന്റ് സൈഡ്സ് ആണ്. ഒരു പ്രാവശ്യം ബേസ് ആയിട്ട് എടുക്കുന്നത് ഇതാണ്, ഒരു പ്രാവശ്യം ബേസ് ആയിട്ട് എടുക്കുന്നത് ഈ സൈഡാണ്. അപ്പോൾ 2 പ്രാവശ്യം ബേസ് ആയിട്ട് സൈഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ബേസിലേക്കുള്ള ഹൈറ്റ് നമ്മൾ വരയ്ക്കണേ, നല്ല ഏരിയ എഴുതാൻ പറ്റുള്ളൂ. ഏരിയ എഴുതണമെങ്കിൽ ബേസും ഹൈറ്റും വേണ്ടേ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഈ ബേസ് ആണ്. ഇതാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. സോ ആ സൈഡിലേക്കുള്ള ഹൈറ്റ് അങ്ങോട്ട് വരച്ചോ, ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വരച്ചോ. എങ്ങനെയാ? അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ആ സൈഡിലേക്കുള്ള ഹൈറ്റ് ഇതാ. ഓക്കെ, ആ ഒരു പോയിന്റിന് P നിങ്ങൾ കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഏതാ ബേസ് ആയിട്ട് എടുക്കുന്നത്? ഈ സൈഡ്. മേലത്തെ ട്രയാങ്കിൾ നമ്മൾ 2 പ്രാവശ്യം എടുക്കുന്നുണ്ട് ഏരിയ. സോ ഒരു പ്രാവശ്യം ബേസ് ആയിട്ട് എടുക്കുന്നത് ഈ സൈഡും, അടുത്ത പ്രാവശ്യം ബേസ് ആയിട്ട് എടുക്കുന്നത് ഈ സൈഡുമാണ്. ഏത് സൈഡ്? ഈ സൈഡ്, A എന്ന സൈഡ്. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഹൈറ്റ് മാറിക്കണം. ഏരിയ കിട്ടണമെങ്കിൽ ബേസും ഹൈറ്റും വേണ്ടേ? ഓക്കെ, ആ പോയിന്റ് ഏതാ? Q എടുത്തോ. ഒരു കുഴപ്പമില്ല. സെറ്റ് അല്ലേ? സോ ഇതെന്തായിരിക്കും 90 ഡിഗ്രി, ഇതെന്തായിരിക്കും 90 ഡിഗ്രി. കാരണം എന്താ?
ഹൈറ്റ് ആണല്ലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തെടുക്കുക, മേലത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കുക. ഞാൻ ഏരിയക്ക് ജസ്റ്റ് എ എന്ന് എഴുതുന്നില്ലേ, നിങ്ങൾ ഏരിയ ഓഫ് എഴുതിക്കൂടാ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാടാ, ADE, മേലത്തെ ട്രയാങ്കിളിന്റെ ഏരിയ. ഇതാ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ADE എത്രയാണ് മക്കളെ വരിക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഞാൻ ഇവിടെ എല്ലാ അടുത്ത് പേജിൽ എഴുതാം. ദാറ്റ് വുഡ് ബി ബെറ്റർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്, അതിന്റെ പേരെന്താ, ADE എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ട സൈഡ് ഏതാ, AD ആണ്. സോ ഹാഫ് ഇൻറ്റു AD ഇൻറ്റു അങ്ങോട്ടേക്കുള്ള ഹൈറ്റ്. ADയിലേക്കുള്ള ഹൈറ്റ് എന്താടാ, ADയിലേക്കുള്ള ഹൈറ്റ് എന്താ, PE. ഹാഫ് ഇൻറ്റു AD ഇൻറ്റു PE. അതെഴുതി ക്ലിയർ ആണല്ലോ. അതെഴുതി കഴിഞ്ഞാൽ അതിന്റെ കൂടെ എഴുതേണ്ടത് താഴെ ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിൾ ഏതാ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ രണ്ടെണ്ണം അല്ലേ, താഴെ രണ്ടെണ്ണം അല്ലേ, ഒന്ന് ഇതും ഇതും അല്ലെ, ഇതും പാന്റ് പോലെ ഉണ്ടല്ലേ, നോക്ക് പാന്റ് പോലെ അല്ലേ, നമുക്ക് വേണമെങ്കിൽ പാന്റ് പോലെ ഉണ്ട് നോക്ക് പറയാം അല്ലെ. അപ്പോൾ അതിൽ ഇപ്പുറത്തുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏതാണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE. ഓക്കെ, ഫോണിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ പോട്ടെ, മ്യൂട്ടാക്കി. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE എന്താ മക്കളെ, നോക്കിയേ, BDE നമ്മൾ നോക്കുക. അവിടെ ബേസ് ചെയ്തെടുക്കണം. ഇതാ ഈ സൈഡിനെ ബേസ് ആയിട്ട് എടുക്കണം, ആ സൈഡിനെ ബേസ് ആയിട്ട് എടുക്കണം. ഏതാ, BD ഹാഫ് ഇൻറ്റു BD ഇൻറ്റു ഹൈറ്റ്. BD എന്ന സൈഡ്, ആ സൈഡിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ ഹൈറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാ, ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഈ ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാംഗിളിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്ന സൈഡിൽ നമ്മൾ എങ്ങനെയാണ് ഹൈറ്റ് വരയ്ക്കുക, ആ സൈഡ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന സൈഡ് ഒന്ന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെ, എന്നിട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും ഓപ്പോസിറ്റ് വെർട്ടെക്സിന്. അപ്പോൾ ഏതാ ലൈൻ ഹൈറ്റ് ആയിട്ട് വരുന്നത്, ഇത് ഏതാ ലൈന്, EP. സോ ഇൻറ്റു EP എഴുതി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയാ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുന്നത്, എന്താ കിട്ടുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE. നിങ്ങൾ A ഓഫ് എഴുതരുത്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE എന്ന് എഴുതിക്കൂടാ. ഞാൻ A ഓഫ് എഴുതിയത് ഇവിടെ സ്ഥലമായിട്ടാണ്, മനസ്സിലാക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ എങ്ങനെ രണ്ട് സാധനങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്യാം, രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യാം. LHS by LHS is equal to RHS by RHS അല്ലേ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE is equal to എന്താ വരിക, ഇത് ഡിവൈഡഡ് ബൈ ഇത്. മക്കളെ നോക്കിയാടാ, ഹാഫ് മേലെ ഉണ്ട്, ഹാഫ് താഴെയും വരും, കട്ടായി പോയി. പിന്നെ PE മേലെ വന്നു, താഴെ PE ഉണ്ട്. EP എന്ന് പറഞ്ഞാൽ P അല്ലേ, EPയും PEയും ഒക്കെ സെയിം അല്ലേ. സോ ഇതും കട്ടായി, പിന്നെ ഇതും കട്ടായി. ബാക്കി എന്ത് മാത്രമുള്ളത്, AD ഡിവൈഡഡ് ബൈ BD നീട്ടി. അത് അവിടെ അങ്ങോട്ട് വെക്കുക. ഒന്ന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തേക്കാം. ഇക്വേഷൻ നമ്പർ 1 ചുമ്മാ ഒരു രസത്തിന്. ഓക്കെ, അടുത്ത എന്താ എടുക്കേണ്ടത്, ഞാൻ പറഞ്ഞു മേലത്തെ ട്രയാങ്കിൾ ഏരിയ നിങ്ങൾ 2 പ്രാവശ്യം എടുക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ 1 പ്രാവശ്യം എടുത്തുള്ളൂ. ഇനി എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടെ മേലത്തെ ട്രയാങ്കിൾ ഏരിയ എടുക്കുക. ഇത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE, ഏരിയ ഓഫ് അടുത്ത സെറ്റാണേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE is equal to ഹാഫ് ഇൻറ്റു, ഈ പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ബേസ് മാറ്റണം, അപ്പുറത്തുള്ള ബേസിനെ പിടിക്കണം. ആരതാ, ഇവനെ പിടിക്കണം. AE ഹാഫ് AE ഇൻറ്റു ഹൈറ്റ്. അന്നപ്പോൾ അങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഏതാ നോക്ക്, അങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഏതാ, എയിലേക്കുള്ള ഹൈറ്റ് ഏതാ, DQ ദുൽഖർ, DQ. ഓക്കെ, അവിടെ വെക്കുക. അടുത്ത എന്താ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. നമ്മൾ മേലത്തെ എടുത്തു, പിന്നെ ഇവിടുത്തെ എടുത്തു. ഇനി അടുത്ത സെറ്റ് മേലത്തെ എടുത്തു, ഇനി ഇവിടുത്തെ എടുക്കണം. പാൻറ്റിന്റെ ഇപ്പുറത്തെ കാല് എടുക്കണം, തൊട്ടിപ്പുറത്തെ കാല്. ഏതാ കാല്, ഇതാ ഈ കാല്. ട്രയാങ്കിൾ DEC is equal to എത്രയാ മക്കളെ വരിക, ഹാഫ് ഇൻറ്റു ആ സൈഡ് എടുക്കുക, ഈ സൈഡ് ഏതാ, CE. ഹാഫ് ഇൻറ്റു CE ഇൻറ്റു അങ്ങോട്ടേക്കുള്ള ഹൈറ്റ് എന്താ, ഈ ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ നമുക്കറിയാം ഈ സൈഡ് നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കും, ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കും, ഇവിടുത്തെ നീട്ടി വരയ്ക്കും, ഇവിടുത്തെ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഏതാ, DQ. ഇനി എന്ത് ചെയ്യുക, ഇതും നേരെ ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാ, DEC. അപ്പോൾ എന്താ സംഭവിക്കുക, ഹാഫും കട്ടായി പോയി, DQ കട്ടായി പോയി അല്ലെ. മേലെ എന്താണ് സെയിം സാധനം വന്നാൽ കട്ടായി പോകും. പിന്നെന്താ, AE ബാക്കിയുണ്ട്, CE ബാക്കിയുണ്ട്. സോ AE ബൈ CE, AE ഡിവൈഡഡ് ബൈ CE. ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. മക്കളെ ഇക്വേഷൻ 1 എന്താ, നോക്കിയേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE ഈക്വൽ ടു AD ബൈ BD ആണ്. ഇക്വേഷൻ 2 എന്താ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC ആണ്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം നോക്ക്, മേലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഉണ്ട്, രണ്ടും സെയിമാ. ഡിനോമിനേറ്റർ നോക്ക്, ഇവിടെ BDE ആണ്, ഇവിടെ DEC ആണ് അല്ലെ. രണ്ട് ട്രയാങ്കിൾ ഡിനോമിനേറ്റർ ഡിഫറൻറ്റ്. ആ രണ്ട് ട്രയാങ്കിൾ നമുക്ക് നോക്കാം. ആദ്യം
ബി ഡി ഇയും ഡി ഇ സിയും നോക്കണേ. ബി ഡി ഇ ഡി ഇ സിയോ ഡി ഇ സി. എന്നിട്ട് പാന്റിന്റെ രണ്ട് കാല് അങ്ങനെ വരുന്ന ട്രയാങ്കിൾ, പാന്റിന്റെ രണ്ട് കാലായിട്ട് വരുന്ന ട്രയാങ്കിൾസ് ഇല്ലേ, അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? രണ്ടിന്റെ ബേസ് എന്താ സെയിം ആണ്. ഡി ഇ ആണ് ബേസ് സെയിം ആണ്. ആൻഡ് മോർ ഓവർ രണ്ടിന്റെയും തേർഡ് വെർട്ടീസസ് ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ മേലെയാണുള്ളത് അല്ലെ. സോ രണ്ടിന്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഏരിയ ഓഫ് നമുക്ക് എഴുതാം, ചുവപ്പ് ലിപികളിൽ നമുക്ക് എഴുതി വെക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ ആണോ? ബി ഇ ഡി, അല്ലെങ്കിൽ എന്താ നമ്മൾ ഇവിടെ എഴുതിയത്? ബി ഡി ഇ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാ? ഡി ഇ സി. റീസൺ എന്താ? റീസൺ ബ്രാക്കറ്റിൽ കൊടുക്കണം. ഓക്കെ, സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ അല്ലെങ്കിൽ തേർഡ് വെർട്ടിസസ് ഓൺ സൈഡ് പാരലൽ ടു ബേസ്. ഓക്കെ, സെയിം ബേസ് ആണ്. തേർഡ് വെർട്ടിസസ് ഏതിന്റെ മേലെയുള്ളത്? ബേസിന് പാരലൽ ആയിട്ടുള്ള സൈഡിന്റെ മേലെ, ലൈനിന്റെ മേലെയാണുള്ളത് അല്ലെ. ഓൺ ലൈൻ ആണ്, ലൈൻ പാരലൽ ടു ബേസ്. ഓക്കെ, സെയിം ബേസ് ആണ്. തേർഡ് വെർട്ടിസസ് ഓൺ ലൈൻ പാരലൽ ടു ബേസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതെഴുതി മക്കളെ. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ബി ഡി ഇയും ഏരിയ ഓഫ് ബി ഡി ഇയും ഏരിയ ഓഫ് ഡി സിയും ഈക്വൽ ആണ് കിട്ടി. വിച്ച് മീൻസ് ന്യൂമറേറ്റർ ഓൾറെഡി ഈക്വൽ ആണ്. നമുക്ക് മനസ്സിലായല്ലോ, കണ്ടല്ലോ, ന്യൂമറേറ്റർ ഓൾറെഡി ഈക്വൽ ആണ് അല്ലെ രണ്ടിലും. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിലോ ആ രണ്ട് ഇക്വേഷൻ സെയിം അല്ലേ? ഇത് മൊത്തത്തിൽ ഈക്വൽ ടു ഇത് മൊത്തത്തിലാണ് അല്ലെ. സോ വിച്ച് ഇംപ്ലൈസ് ഇക്വേഷൻ 1 is equal to ഇക്വേഷൻ 2 അല്ലെ. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഈക്വൽ എന്ന് കിട്ടി. വിച്ച് മീൻസ് അതിന്റെ ആർ എച്ച് എസ് ഈക്വൽ ആയിരിക്കും. എ ഡി ബൈ ബി ഡിയും എ ബൈ സിയും ഈക്വൽ ആയിരിക്കും. വിച്ച് അഗൈൻ ഇംപ്ലൈസ് എന്താ? എ ഡി ബൈ ബി ഡി, എൽ എച്ച് എസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആർ എച്ച് എസ് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ, ആവണല്ലോ. എ ഡി ബൈ ബി ഡി ഈക്വൽ ടു എ ബൈ സി ഇ. എ ഡി ബൈ ബി ഡി എൻ്റെ മക്കളൊന്ന് നോക്കിയ ട്രയാങ്കിൾ. എ ഡി എന്ന് പറഞ്ഞാൽ ഏതാ സൈഡ്? ഇതാ ഈ സൈഡ്. ഡിവൈഡഡ് ബൈ ഏതാ? ഡിനോമിനേറ്റർ ഏതാ വരുന്നത്? ബി ഡി എന്ന് പറഞ്ഞാൽ ഏതാ സൈഡ്? ഈ സൈഡ്. എ ഡി ബൈ ബി ഡി ഈസ് ഈക്വൽ ടു നോക്കാം നമുക്ക്. യെസ്, എന്താ ഈക്വൽ ടു എന്താ? എ ബൈ സി ഇ. എ നോക്ക്, എ സി നോക്ക്, ഈ സൈഡ്. ഇതിനല്ലേ ബി പി ടി. ലൈൻസ് നമ്മൾ ആദ്യം പാരലാന്ന് എടുത്തു, സൈഡ്സ് എങ്ങനെയാ കട്ട് ചെയ്യുന്നതെന്ന് എടുത്തു. ഐ മീൻ ആ ലൈൻ വരുന്നത് ബേസിന് പാരലായിട്ട് എടുത്തു, ഒരു സൈഡിന് പാരലായിട്ട് എടുത്തു. അപ്പോൾ കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആണ് കിട്ടി. സിമ്പിൾ അല്ലേ? പ്രൂഫ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫിഗർ ചരിച്ചൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ഇതേപോലെ ചെയ്യാം. സെറ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലായി സാർ, ഞങ്ങളിത് എക്സാമിന് വന്നാൽ കൃത്യമായിട്ട് 1 മാർക്ക് പോലും നഷ്ടപ്പെടാതെ എഴുതും എന്ന് കോൺഫിഡൻസ് കിട്ടിയ കുട്ടികൾ ഒരു ഫയർ ഇമോജി, ഒരു ഗ്രീൻ ഹാർട്ട് ഇമോജി ഇടുക, അല്ലെങ്കിൽ ഫയർ ഇമോജി എന്താണെന്ന് വെച്ചാൽ ഇടുക. ഓക്കെ, ഒന്ന് പറയാം മനസ്സിലായോ ഇല്ലയോ എന്ന്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.